നമസ്കാരം. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ICICI. ഈ ഒരു ICICIയുടെ മികച്ച ഒരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലാനിലൂടെ 100 രൂപ വീതം മാറ്റിവെച്ച് നമുക്ക് എങ്ങനെ 7 കോടിയോളം വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ICICIയെ കുറിച്ചിട്ട് ആർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സേവനങ്ങൾ അവർക്കുണ്ട്. ബാങ്കിങ് സൗകര്യങ്ങളുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ICICI എന്ന് പറയുന്നത്. ICICIയുടെ ഒരു പ്ലാൻസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു പ്ലാൻ മാത്രമല്ല, 2-3 പ്ലാൻസ് ഉണ്ട്. അതായത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്ലാൻസ് ആണ്. ഈ പ്ലാനിലൂടെ നമുക്ക് 100 രൂപ വീതം മാറ്റി വെച്ചാൽ ഈ 7 കോടി രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ പറ്റും, എപ്പോഴാണ് മാറ്റി വെക്കേണ്ടത്, ഏതൊക്കെയാണ് ആ പ്ലാനുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, ഓഹരി വിപണിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുക. ഈ പ്രസ്തുത കമ്പനികളിൽ തന്നെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യാനുള്ള അനലിസ്റ്റുമാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ അനലിസ്റ്റുമാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇതിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന ആലീസ് ബ്ലൂ ആണ്. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലാൻസ് സബ്സ്ക്രൈബ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്ലാനിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ICICIയുടെ ഈ പ്ലാനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് വഴിയാണ്. ഈ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സെറ്റപ്പ് ചെയ്ത് 1993 ഈ പ്ലാൻസ് കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെപ്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് വൺ ഓഫ് ദ ഇന്ത്യസ് ടോപ്പ് 2 ലാർജസ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി എത്ര ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഫണ്ടിലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ICICIയുടെ കുറച്ച് ഫണ്ടുകൾ കാണാൻ പറ്റും. ലിസ്റ്റ് ഓഫ് ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഇതിൽ 5 സ്റ്റാർ കിട്ടിയ കുറച്ച് ഫണ്ടുകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫണ്ട് സൈസ് ഉണ്ട്, കോടികളിലാണ് വാല്യൂ ഉള്ളത്. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോസ് കാര്യങ്ങൾ, റിസ്കുകൾ, അതുപോലെ തന്നെ കാറ്റഗറി, ഏത് സെക്ടറിലാണുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5 സ്റ്റാർ കിട്ടിയ കുറേ ഫണ്ടുകളുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ 2 സ്റ്റാറും 3 സ്റ്റാറൊക്കെ കിട്ടിയ ഫണ്ടുകളുണ്ട്. കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിമേഷ് ഷാ ആണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ICICI പ്രൂഡൻഷ്യൽ ട്രസ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ 1993 സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടഡ് 1993 ഒക്ടോബർ 23 ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫൈൻ. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുകളുടെ ഈ ഒരു 3-4 ഫണ്ടുകൾ നമുക്ക് എടുക്കാം. ഇതിൽ ICICIയുടെ പ്രൂഡൻഷ്യൽ ഭാരത് 22 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടുണ്ട്. ഈ ഒരു ഫണ്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ICICIയുടെ ഒരു പ്രൂഡൻഷ്യൽ റിട്ടയർമെൻറ്റ് ഫണ്ട് ഉണ്ട്. അടുത്തത് നമ്മളൊരു 32% കിട്ടിയ അടുത്തൊരു ഫണ്ട് എടുക്കുകയാണ്. അടുത്തത് നമ്മളൊരു 34% അടുത്ത ഫണ്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫണ്ടുകൾ ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഫണ്ടിൻ്റെ ഓൾ ടൈം ഇതിൻ്റെ പ്രോഫിറ്റ് സ്ട്രക്ചർ നോക്കി ഒരു 19.55 നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത് 3 ഇയറിൽ 29% ഉണ്ട്, പക്ഷേ ഓൾ ഇയറിൽ നോക്കുമ്പോൾ 22% ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് 3 ഇയറിൽ നോക്കുമ്പോൾ 28% ഉണ്ട്, ഓൾ ഇയറിൽ നോക്കുമ്പോൾ നമുക്ക് 19.05 കിട്ടി. വീണ്ടും അടുത്തത് നമ്മൾ 27% 3 ഇയറിലുണ്ട്, പക്ഷേ ഓൾ ഇയറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 26% കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് ഫണ്ടുകൾ നമ്മൾ നോക്കി. ഈ ഫണ്ടുകളൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 20% റിട്ടേൺസ് നമുക്ക് ഇയർലി ഈ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് 20% ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ട് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റി. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റി. സോ ദാറ്റ് നമുക്ക് ഇനി അടുത്ത ഫൈൻഡ് ചെയ്യേണ്ടത് എങ്ങനെ 7 കോടി ഉണ്ടാക്കാം എന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ എത്തേണ്ടത് SIP കാൽക്കുലേറ്ററിലാണ്. SIP കാൽക്കുലേറ്ററിൽ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 100 രൂപ വീതം നമ്മൾ ദിവസേന നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ ഒരു മാസം നമുക്ക് 3000 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 20% നമുക്ക് റിട്ടേൺസ് ഇവർ ആവറേജ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
ആ 20% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 ഇയറിലേക്ക് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ 10 വർഷം 20 വർഷം 30 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 30 ഇയറിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി 7 കോടി രൂപയായിട്ട് മാറുന്നു കാണാം. വെറും 10,80,000 രൂപയാണ് നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 100 രൂപ വെച്ച് മാറ്റി വെക്കുകയാണ് ഡെയിലി. ഒരു മാസത്തേക്ക് 3000 വെച്ച് സ്പെൻഡ് ചെയ്യണം. 3000 രൂപയെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് ഈ പറഞ്ഞ 30 ഇയർ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് തന്നെ 7 കോടി രൂപയാണ്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റും ആവുന്നുള്ളൂ ആ സമയം കൊണ്ട്. 6,90,00,000 രൂപ നമ്മുടെ കയ്യിൽ നെറ്റായിട്ട് പ്രോഫിറ്റ് കിട്ടുകയാണ്. ആലോചിച്ച് നോക്കി ഈ പൈസ കൊണ്ട് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വീട് പണിയാം, നല്ലൊരു കാറ് വാങ്ങിക്കാം, മറ്റുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, റിട്ടയർമെന്റ് ഫണ്ടായിട്ട് അതിന് ഉപയോഗിക്കാം. എല്ലാ പർപ്പസിനും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 3000 മന്ത്ലി വളരെ സിമ്പിൾ ആണ്. ഇന്ന് 3000 ഈസിയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ഫണ്ട് കൂടുതലുണ്ടോ 6000 ഇടാം. 6000 ഇട്ടാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഒരു 6000 നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എത്ര നമുക്ക് കിട്ടും നോക്കിയേ, 14 കോടിയായിട്ട് മാറി. നേരെ മറിച്ച് നിങ്ങൾക്ക് മന്ത്ലി 9000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു, 21 കോടിയായിട്ട് മാറി. ഒരു 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ആളുണ്ട്. 10,000 രൂപ മാറ്റി വെച്ചാൽ 23 കോടിയായിട്ട് മാറി. 30 വർഷം. ഈ 30 വർഷം എന്ന് പറയുമ്പോൾ 25 ഏജിലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു 55 ഏജിൽ ഫണ്ട് കിട്ടും. 30ത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 60 ഒക്കെ ആകുമ്പോൾ കിട്ടും. ഈ ഒരു 30 ഏജ് 25 ഏജിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു 10,000-15,000 രൂപ എന്തായാലും വരുമാനം മിനിമം ഉണ്ടാവും. ആ വരുമാനത്തിൽ 3000 രൂപ സുഖമായിട്ട് മാറ്റി വെക്കാനും പറ്റും. അപ്പോൾ ഈ 3000 രൂപ മാറ്റി വെച്ചാൽ അവൻ്റെ 55-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ 60-ാമത്തെ വയസ്സിൽ വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ 7 crore rupees നമ്മുടെ കയ്യിൽ കിട്ടും. അന്ന് 7 crore rupeesന് കുറച്ച് വാല്യൂഷൻ, അതായത് അതിൻ്റെ മൂല്യം വളരെ കുറവാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫിഗർ വലിയൊരു ഫിഗർ തന്നെ ആയിരിക്കും അന്ന് നമുക്ക് കിട്ടുമ്പോൾ. സോ അത്ര വലിയ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ അതൊരു സേഫ്റ്റി ഫണ്ടായിട്ട് നമുക്ക് എപ്പോഴും മാറ്റി വെക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നില്ല യാതൊരു തർക്കമില്ല. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ നല്ലൊരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനോട് കോൺടാക്ട് ചെയ്യുക. മികച്ച ഒരു മാധ്യമമാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ ആൾക്കാരോടും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.